അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാര്, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് എന്തുമാത്രം കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുവോ അത്രയും നമുക്ക് പുനരുദ്ധാനത്തിൻ്റെ ശക്തി ലഭിക്കും. ശരിക്കും നമ്മുടെ സഭയിൽ വന്നിരിക്കുന്ന ഒരു
സങ്കടകരമായ അവസ്ഥ എന്താണെന്നറിയാമോ? നമ്മൾ ഈ നോൻപിന് നോൻപ് തുടങ്ങുമ്പോൾ തന്നെ കുരിശും പിടിച്ച് പറമ്പിലേക്ക് ഇറങ്ങും. പിന്നെ കുരിശിൻ്റെ വഴി യാത്രകളെല്ലാം നമ്മൾ പാപപരിഹാരത്തിനായിട്ട് നടത്തും. അത് ആത്മാർത്ഥത്തോടെ തന്നെ നമ്മൾ ചെയ്യണത്. അതിലൂടെ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ വലിയ വ്യാഴാഴ്ചയ്ക്ക് വരുമ്പോൾ അന്നത്തെ പരിശുദ്ധ കുർബാന സ്ഥാപനവും അത് വലിയ ഭക്തിനിർഭരമായ അഭിഷേക നിറയണ ഒരു ആഘോഷമാണ്. പിന്നെ അന്നത്തെ അന്നത്തെ ആരാധന അതായത് നമ്മൾ അച്ചടക്കത്തോടുകൂടിയാണ് നമ്മളെല്ലാം ചെയ്യണത്. പിന്നെ ദുഃഖവെള്ളിയാഴ്ച പറയാനും വേണ്ട. ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ദുഃഖവെള്ളിയാഴ്ച മണ്ണിപ്പോലും പിള്ളേരെ കൊണ്ട് വരച്ചാൽ അപ്പന്മാർ ഓടിച്ചു വരുന്നു. മണ്ണി വരച്ച ചോര, കർത്താവിൻ്റെ ചോര വരുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു നമ്മളാണ്. ഇത്രയും ഭവ്യതയോടെയാണ് ദുഃഖവെള്ളിയാഴ്ച എല്ലാം പാലിച്ചു പോകുന്നത്. പള്ളിയിലാണ് ചെല്ലുമ്പോൾ അതിനേക്കാൾ ഭീകരമായ, അതിനേക്കാൾ സങ്കടകരമായ യാഥാർത്ഥ്യങ്ങൾ. കുരിശുമുത്തലൊക്കെ വല്ലാത്ത അനുഭവങ്ങളാണ്. ആ കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണത്. പിന്നെ നഗരി കാണിക്കൽ, ഇതെല്ലാം കൂടി വന്നിട്ട് ഇതെല്ലാം മാർഗങ്ങളാണല്ല, വഴികൾക്ക് ഭയങ്കര പ്രാധാന്യമാണ്. പക്ഷേ നമ്മൾ ലക്ഷ്യമില്ലേ, ലക്ഷ്യം ശിവാക്കി കളയും. ലക്ഷ്യം എന്താ? ലക്ഷ്യം എന്ന് പറയുന്നതാണ് ഈ വഴികളെക്കാളും മനോഹരമായിട്ട് ആഘോഷിക്കപ്പെടേണ്ട ഒരു സംഭവമാണ്. പള്ളികളിലായാലും വീടുകളിലായാലും. നമുക്ക് ക്രിസ്മസ് അല്ലേ വരുന്നത്, പക്ഷേ ക്രിസ്മസ് അല്ലല്ലോ വിശ്വാസപരമായിട്ട് വരുന്നത്. കർത്താവിൻ്റെ തിരുവുദ്ധാനമല്ല വലുത്. സഭയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടേണ്ടത് കർത്താവിൻ്റെ തിരുവുദ്ധാനമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ തിരുവുദ്ധാനം നമ്മൾ ആചരിക്കണം. ഞാൻ ഉയർപ്പിൻ്റെ ഒരു ഉപാസകനാണ്. ഞാനെപ്പോഴും കാര്യം എനിക്കതിനെക്കുറിച്ച് ഈ സെമിനാറിലൊക്കെ പഠിക്കാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഗുണമെന്ന് പറയണത് ഞങ്ങളെ ഈ ക്രിസ്റ്റോളജി ഭയങ്കര ഒരു സബ്ജക്റ്റാണ്. എനിക്ക് ഫീൽ ചെയ്ത ഏറ്റവും നല്ല സബ്ജക്റ്റ് ക്രിസ്റ്റോളജിയാണ്. ക്രിസ്റ്റോളജിയിലാണ് നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ റിസറക്ഷനെക്കുറിച്ചും ഒക്കെ പഠിക്കണത്. പിന്നെ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം ബേസ്മെൻറ്റ്, സഭയുടെ നിലനിൽപ്പും എല്ലാം തിരുവുദ്ധാനത്തിലാണ്. ഓരോ വ്യക്തികളും ക്രിസ്തുവിൽ വളരാൻ നമുക്കെപ്പോഴും കുരിശിനോടും നമ്മുടെ സഹനത്തോടും കർത്താവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, നമ്മുടെ സഹനത്തെ കർത്താവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ താതാമ്യപ്പെടാറുണ്ട് ക്രിസ്തുവിനോട്. പക്ഷെ അവൻ നമ്മളുടെ മരണത്തിൽ മാത്രം താതാമ്യപ്പെട്ടാൽ പോരല്ലോ, അവൻ്റെ തിരുവുദ്ധാനത്തിലും നമ്മൾ താതാമ്യപ്പെടണ്ടേ? അപ്പോൾ നമുക്കുണ്ടാകുന്ന വിജയങ്ങൾ, നമ്മൾക്കുണ്ടാകുന്ന അതിജീവനങ്ങൾ, തിന്മയും അതുപോലെ തന്നെ പാപത്തെയും ജയിച്ച്, അതായത് കഠിനമായ സഹനത്തിലൂടെ പാപ സാഹചര്യങ്ങൾ ജയിക്കണൊക്കെ ഉത്ഥാനമാണ് ശരിക്കും. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ തിരുവുദ്ധാനത്തോടാണ് ഐക്യപ്പെടുന്നത്. അപ്പോൾ ഈ പാപത്തിനെതിരെയുള്ള പോരാട്ടം രക്തച്ചൊരിച്ചിൽ വരെ ആയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ പാപമാണ് വില്ലനെന്ന് പറഞ്ഞൊരു കാര്യമില്ല. പ്രധാനപ്പെട്ട പ്രമേയം പാപമല്ല, തിരുവുദ്ധാനമാണ് പ്രധാനപ്പെട്ട പ്രമേയം. നമ്മളെപ്പോഴും നമ്മൾ ആരാ സാക്ഷിയാണ്? കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളാണ്. അതെന്താ കാര്യം? അപ്പോസ്തലന്മാർ ധൈര്യത്തോടെ ഇറങ്ങി പ്രവർത്തിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവർ ഉയർത്തെഴുന്നേക്കുമെന്നുള്ള നല്ല ബോധ്യമാണ്. കാര്യം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവർ കണ്ടതല്ലേ, അവർ തൊട്ടതല്ലേ, കർത്താവിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചതല്ലേ. അപ്പം അതെല്ലാം ഓർക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ആവേശമായിരുന്നു. എൻ്റെ പേര് ബിൻസി, ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നു.
ഞാൻ 2019 ജനുവരി 12-ാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ പുതിയ വീട് വെച്ചതിനെ തുടർന്നുണ്ടായ കടബാധ്യതകൾ ഒരുപാടായപ്പോൾ ഞങ്ങൾക്ക് അടച്ചു തീർക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. കടബാധ്യതകൾ തീരാൻ വേണ്ടി ഒരുപാട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. വീട്ടിൽ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ വന്നു. 1 മാസം കഴിഞ്ഞ് വീണ്ടും വന്നു. ധ്യാനം കൂടി. അച്ഛനെ കാണാനായിട്ട് എനിക്ക് സാധിച്ചു. അച്ഛനോട് അച്ഛൻ ഞാൻ നിൽക്കണ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, എന്തേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ നിനക്കിത് വീട്ടാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 2-3 കുറി കൂടിയിട്ടുണ്ട് അച്ഛാ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കുറിയെങ്കിലും കിട്ടിയാൽ എൻ്റെ കടങ്ങൾ കുറച്ച് അടച്ചു തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു. 19-ാം തീയതി മാതാവ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്, നീ സന്തോഷത്തോടെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. 19-ാം തീയതി തന്നെ എനിക്കൊരു കുറി കിട്ടുകയും എനിക്ക് ആ കടം അതിലേക്ക് അടച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. പിന്നീട് കൊറോണ വന്നു. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. കൊറോണ ആയി കഴിഞ്ഞപ്പോൾ അവിടെ സാലറി കിട്ടാതായി നാട്ടിലേക്ക് തിരിച്ചു പോന്നു കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു ചെന്നു. അപ്പോൾ ആ ജോലിക്ക് അവിടെ ആളെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് ജോലി വേറെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു ജോലി കിട്ടി. അപ്പോൾ ഈ ആദ്യത്തെ കമ്പനിയുടെ വിസയിൽ തന്നെ നിന്നുകൊണ്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്തു. അങ്ങനെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം 2-3 മാസം കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവിടെയും ഇതേപോലെ തന്നെ സാലറി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കിയിരുന്നു. ഞാൻ ഈ കൊറോണ സമയത്തൊന്നും പ്രാർത്ഥനകളൊന്നും മുടക്കിയിരുന്നില്ല. 2 നേരവും പ്രാർത്ഥന ചൊല്ലിയിരുന്നു. അതേപോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ അന്ന് ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എൻ്റെ തിരിയൊക്കെ തീർന്നു പോയായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന ആ തിരി ഉരുകി വീഴുന്ന ഓരോ തുള്ളി പോലും നിലത്തേക്ക് വീണ് പോകുന്നത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ ആ ഉരുകി വീഴുന്നതെല്ലാം ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഉരുക്കി അതിൽ ഞാൻ ഒരു തിരിയിട്ട് കത്തിച്ച്, ഞാൻ ഈ കൊറോണ കഴിയുന്ന 3 കൊല്ലവും ഞാൻ അങ്ങനെ തന്നെ കത്തിച്ച് 2 നേരവും പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി വീണ്ടും എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടാൻ ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചു. അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ പോരുവാണ്, സാലറി ഇല്ലാതെ എത്ര നാൾ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നിട്ട് അച്ഛനെ വീണ്ടും കണ്ടു. അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരു 30 ദിവസത്തിനുള്ളിൽ അവന് കിട്ടാനുള്ള പൈസ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ 30 ദിവസം എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് അതിനൊരു പരിഹാരം മാതാവ് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് അവസാനം പൈസ കിട്ടാതായപ്പോൾ കേസ് കൊടുത്ത് പോരാൻ നിൽക്കണേ ഒരാഴ്ചയ്ക്ക് മുന്നേ അവരെ അങ്ങോട്ട് വിളിപ്പിച്ചു. എന്നിട്ട് 2 ചെക്ക് കൊടുത്തു. 15 ദിവസത്തെ വ്യത്യാസത്തിൽ ഡേറ്റ് ഇട്ടുകൊണ്ട് അവർ ചെക്ക് കൊടുത്തു. അങ്ങനെ നാട്ടിൽ പോന്നു. ആ പൈസ കിട്ടി. ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞു. ആ പൈസ തീരാറായപ്പോൾ പിന്നെയും പ്രശ്നങ്ങളായി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, കുട്ടികളൊന്നും ഒന്നും എത്തിയിട്ടില്ല, നമുക്ക് പണിക്ക് പോയേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് മനസ്സോദരയുടെ അങ്ങനെ സമ്മതിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നു, എൻ്റെ കൂടെ ആരും പോകുന്നില്ല എന്ന് പോരാൻ പറഞ്ഞിട്ട് ഹസ്ബൻഡും പോകുന്നില്ല, മക്കളും പോകുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു, മാതാവേ, എന്താ ഞാൻ ചെയ്യുക, ഇനിയും എന്നെ കൈവിടരുത്, എനിക്ക് ഇനിയും ഓരോ വഴികൾ കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ അമ്മച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി, ഇന്നത്തെ സാക്ഷ്യം കേട്ടോ, എന്തൊക്കെയാണ് ഓരോരുത്തർ ചെയ്യുന്നത്, ഓരോരുത്തരുടെ വിശ്വാസം, ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കുട്ടി ഇതിൻ്റെ അഖണ്ഡ ജപമാല റാലിയുടെ നോട്ടീസ് 500 എണ്ണം എക്സ്ട്രാ അടിച്ച് വിതരണം ചെയ്ത ഒരു സാക്ഷ്യം അച്ഛൻ്റെ ധ്യാനത്തിലും അതുണ്ടായിരുന്നു, അച്ഛനും പറഞ്ഞിരുന്നു. അത് കേൾക്കാനിടയായി. അപ്പോൾ ഞാൻ അങ്ങനെ അമ്മച്ചിനോട് പറഞ്ഞു, അമ്മച്ചി, നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഈ ചെയ്യുന്നൊന്നും അല്ല ചെയ്യേണ്ടത്, നമ്മൾ കുറേ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം ഒന്നുമില്ല, നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ വന്നിട്ട് അമ്മച്ചോട് പറഞ്ഞു, ഞാൻ എന്തായാലും തീരുമാനിച്ചു, അടുത്ത മാസം കൃപാസനത്തിൽ പോയി ഞാൻ കുറേ പത്രം വാങ്ങും, എന്നിട്ട് കേരളത്തിലെ 14 ജില്ലയിലും ഞാൻ പോയിട്ട് ഈ പത്രം വിതരണം ചെയ്യും. ഞാൻ എൻ്റെ മാതാവിനെ, ഈശോയെ ഞാൻ ഈ 14 ജില്ലയ്ക്കും കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മോന് ACCAക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊരു പേപ്പർ 4 പ്രാവശ്യം എഴുതിയിട്ടും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ അവൻ്റെ പരീക്ഷ വരുന്ന ഡേറ്റിന് മുന്നേ എനിക്ക് ഈ പത്രം 14 ജില്ലയിലും കൊടുത്തു കഴിയണം എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ ഞാനിവിടെ വന്നിട്ട് വരാൻ നിൽക്കുമ്പോൾ ഒരാഴ്ച മുന്നേ ഞാൻ ബാത്റൂമിൽ ഇങ്ങനെ പോയിട്ട് പിന്നെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാലിലൊരു ഞരമ്പ് അങ്ങനെ പിടിച്ചിട്ട് പിന്നെ എനിക്ക് എണീക്കാൻ വയ്യ. എന്നെ പായയിലിരുത്തിയിട്ട് വലിച്ചിട്ടാണ് റൂമിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞു, മാതാവിന് തൈലെടുത്തിട്ട് വേഗം വായോ മോനെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനെ വിളിക്കാൻ, എനിക്ക് ആൺകുട്ടികളാണ് 3 പേര്, മോനെ വിളിച്ച് തൈലെടുത്ത് കൊണ്ടുവന്ന് അവൻ തന്നെ എനിക്ക് പുരട്ടി തന്നു.
അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി ഇഞ്ചക്ഷനൊക്കെ വെച്ച് കുറേ വൈകുന്നേരം 2-3 ദിവസം അങ്ങനെ കഴിഞ്ഞു. ഡോക്ടറെ വീണ്ടും കണ്ടപ്പോൾ പറഞ്ഞു ഡിസ്ക് കംപ്ലൈൻ്റ് ആണ്, 1 മാസം ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, മാതാവേ എനിക്ക് ഈ പത്രം കൊടുക്കാനുള്ളതാണ്, എനിക്ക് എഴുന്നേറ്റ് നടക്കണം. അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നിട്ട് എനിക്ക് ഫുൾ റെസ്റ്റ് തന്ന ഹസ്ബൻഡും കുട്ടികളുമാണ് ചോറും എല്ലാം വീട്ടിലത്തെ പണികളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിനി 14 ജില്ലയിലും ബസ് കയറി പോയി പത്രം കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ എന്താ പറയാമെന്ന് എനിക്ക് അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ചൊക്കെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി ഞാൻ. എന്നിട്ട് പറഞ്ഞു എങ്ങനെയാണ് നീ പത്രം കൊടുക്കാൻ പോകുകയെന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എന്നെ നടത്തിക്കോളും, ഞാൻ എന്തായാലും ഇത് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരാഴ്ച എത്തി. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ബസ് കയറിയിടുന്നു, ഇത്രയും ദൂരം ഒന്നും വരാൻ എനിക്ക് പറ്റില്ല, അത് സാറില്ല ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാളെ പോകുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹസ്ബൻഡ് എന്നോട് പറയാം, നാളെയല്ലേ നീ കൃപാസനത്തിൽ പോയിട്ട് പത്രം വാങ്ങി കൊടുക്കാനായിട്ട് പോകുന്നേ, ഞാൻ ഏതൊക്കെ നിൻ്റെ ഡ്രസ്സുകൾ എടുത്തു വെക്കണ്ടേ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പോരുന്നുണ്ടോ ചോദിച്ചു. ഞാനുണ്ടല്ലോ, നീ എങ്ങനെ ഒറ്റയ്ക്ക് പോകുമോ അത്രയും ദൂരം എന്ന് പറഞ്ഞു. ആ സമയം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. ഫോൺ എടുത്തു നോക്കുമ്പോൾ ഗൾഫിൽ നിന്നൊരു കൂട്ടുകാരൻ വിളിക്കുന്നു, ദുബായിൽ ഒരു ഒഴിവുണ്ട്, നീ എത്രയും വേഗം തിരിച്ചു വായോ, നിനക്ക് ഇവിടെ ഒരു ജോലി ഒഴിവുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, എൻ്റെ മാതാവേ കോടാനുകോടി നന്ദി മാതാവേ, ഞങ്ങളിവിടെ പുറപ്പെടാൻ തുടങ്ങിയില്ല, അതിനു മുന്നേ തന്നെ എൻ്റെ മാതാവ് വിളിച്ചിട്ട് പറയാണ് ഇവിടെ ജോലിയുണ്ട് ഇങ്ങോട്ട് വായോ എന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് കുറേ കൂടെ എൻ്റെ കൂടെ പോരണം എന്നുള്ളൊരു ആഗ്രഹം കൂടി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ബയോഡേറ്റ അയച്ചു കൊടുത്തു. രാവിലെ 3 മണിക്ക് അവിടുന്ന് പുറപ്പെട്ടാലാണ് ഇവിടെ വന്ന് പത്രം വാങ്ങിയിട്ട് ഇവിടുന്ന് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ഇങ്ങനെ പോയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് നേരെ കാസർഗോഡ് പോയിട്ട് കാസർഗോഡ് നിന്ന് അങ്ങനെ വരാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പത്രം വാങ്ങി. ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാണ്ടായിരുന്നു, ഉടമ്പടി പുതുക്കി പത്രം വാങ്ങണോടും വരെ എൻ്റെ ഹസ്ബൻഡ് കൃപാസനത്തിലിരുന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ്. അവിടെ നിന്ന് ഞങ്ങൾ പത്രം വാങ്ങി കോഴിക്കോട് ഇങ്ങനെ തിരുവനന്തപുരം പോയി. തിരുവനന്തപുരത്ത് നിന്ന് ലാസ്റ്റ് ട്രെയിനും പോയി കാസർഗോഡേക്കുള്ള. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ സ്വന്തം വീട് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എറണാകുളത്തേക്ക് പോകാം, എറണാകുളത്ത് പത്രം കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ എറണാകുളം വന്ന് എറണാകുളത്ത് പത്രം കൊടുത്തു, ഇടുക്കിയിൽ കൊടുത്തു, കോട്ടയം ജില്ല, ആ 3 ജില്ലയിലും പിറ്റേ ദിവസം പകൽ പത്രം കൊടുത്ത് വൈകുന്നേരം കാസർഗോഡിന് ബസ് കയറി. ഞങ്ങൾ അന്ന് പിറ്റേ ദിവസം രാവിലെ കാസർഗോഡ് എത്തി, റൂം എടുത്ത് ഫ്രഷായി വേഗം തന്നെ കാസർഗോഡ് പത്രം കൊടുത്ത്, കോഴിക്കോട് കൊടുത്ത്, വയനാട് കൊടുത്ത്, മലപ്പുറം കൊടുത്ത് ഞങ്ങൾ പാലക്കാട് തിരിച്ചെത്തി. പിന്നെയും ഉണ്ട് തൃശ്ശൂർ കൊടുക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം മോൻ്റെ പരീക്ഷയാണ്. മോനെ ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ ആ പത്രവുമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ പോയി അവിടെ പത്രവിതരണം നടത്തി. എൻ്റെ മോൻ അതിനിടയിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച അച്ഛൻ മോനെ കൂട്ടി വന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ അവൻ്റെ തലയിലും കൈവച്ച് പ്രാർത്ഥിച്ച് ഒരു മാതാവിൻ്റെ കാശുരൂപം വെഞ്ചരിച്ച് കൊടുത്തിരുന്നു. അവൻ ആ പരീക്ഷയ്ക്ക് വിജയിച്ചു. ആ മാതാവ് അവനെ ജയിക്കാനുള്ള മാർക്ക് നൽകി അനുഗ്രഹിച്ചു. എന്നിട്ട് ഞങ്ങൾ കാസർഗോഡിന് പോകുന്ന വഴിക്ക് ബസ്സിൽ നിന്ന് വീണ്ടും ആ കമ്പനിയിൽ നിന്നും എൻ്റെ ഹസ്ബൻഡിന് കോൾ വരികയാണ്, നാളെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ആണ്, അതിന് ഹാജരാവാൻ പറ്റുമോയെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞങ്ങളിപ്പോൾ സ്ഥലത്തില്ല, നാളെ വന്നതിന് ശേഷം ഞാൻ റിപ്ലൈ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നതിന് ശേഷം ഇവിടെ ഞങ്ങൾ പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് പറ്റുമെന്നും പറഞ്ഞ് വിളിച്ച് അങ്ങനെ വീഡിയോ കോൺഫറൻസ് വഴി ഇൻ്റർവ്യൂ നടക്കുകയാണ്. ഇൻ്റർവ്യൂ നടക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് പറയുന്നതൊന്നും അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആകെ വിഷമിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞു സാരില്ല. അപ്പോൾ അവർ പറഞ്ഞു സാരില്ല, നിങ്ങൾ വന്നതിൻ്റെ ശേഷം നമുക്ക് ഇവിടെ വെച്ചിട്ട് നേരിട്ട് ഇൻ്റർവ്യൂ നടത്താമെന്ന്. അങ്ങനെ ഹസ്ബൻഡ് പോകണ്ടയോ എന്ന് വിചാരിച്ചിരുന്ന ഹസ്ബൻഡ് പിറ്റേ ദിവസം തന്നെ ബാഗൊക്കെ റെഡിയാക്കി അടുത്ത ദിവസം തന്നെ ടിക്കറ്റ് എടുത്തു പോകാനായിട്ട് തയ്യാറായി ബാഗ് എടുത്ത് പുറത്തേക്ക് വെക്കുമ്പോൾ എന്നോട് പറയുന്നു, എടി എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു ഈ ജോലിയല്ല എനിക്ക് കിട്ടാൻ പോകുന്നത്, വേറെ ജോലിയാണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ പോകാൻ ഇറങ്ങുമ്പോഴും കൂടെ ഇങ്ങനെ നെഗറ്റീവ് പറയണ്ട, ഇനി അതല്ല അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് മാതാവ് തോന്നിക്കുന്നതാണ്, നിങ്ങൾക്ക് വേറെ ജോലിയാണ് മാതാവ് ഒരുക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഗൾഫിൽ തിരിച്ചു വന്നു. പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അവർ വിളിക്കാമെന്ന് പറഞ്ഞു. 4 ദിവസമായിട്ടും വിളിച്ചില്ല. ആ സമയത്തൊക്കെ വേറെ ആപ്ലിക്കേഷൻ അയച്ചിരുന്നു. അപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് വിളിച്ചു. അക്കൗണ്ടൻ്റ് ആയിരുന്ന എൻ്റെ ഹസ്ബൻഡിന് ആ കമ്പനിയിൽ അക്കൗണ്ട്സ് മാനേജരായിട്ട് പോസ്റ്റ് നൽകി എൻ്റെ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാനും കോടാനുകോടി നന്ദി. ഇത് കൂടാതെ എൻ്റെ അനിയത്തിയും ഭർത്താവും കുട്ടികളും കുവൈറ്റിൽ 15 വർഷമായിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവർക്ക് ഇവിടുന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും കമ്പനി വക പോയതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സാലറി ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ മടുത്ത് അവളൊരു 10 വർഷം കഴിഞ്ഞപ്പോൾ ദന്ത ഡോക്ടറെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് പിന്നെ വിചാരിച്ചു ഇങ്ങനെ വർക്ക് ചെയ്താൽ ഞാൻ പഠിച്ചതൊക്കെ മറക്കുമല്ലോ. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ചു അവൾക്ക് പരീക്ഷയിൽ വിജയിക്കണമെന്ന്. അങ്ങനെ അവൾ പരീക്ഷ എഴുതി
അപ്പോൾ കാനഡയ്ക്ക് പോകാനുള്ളത് എഴുതി, മാർക്ക് സ്കോർ കിട്ടി. ലണ്ടനുള്ളത് എഴുതി, അതും അതിൻ്റെ ഇടയ്ക്ക് കിട്ടി. അപ്പോൾ കുവൈറ്റ് MOH എഴുതി, അതും കിട്ടി. 3 എണ്ണവും കിട്ടി. മാതാവ് അവൾക്ക് നൽകി. അപ്പോൾ അതിൽ ഏത് വേണമെന്ന് മാതാവിനോട് തന്നെ ചോദിച്ച് സെലക്ട് ചെയ്ത് അവരിപ്പോൾ UK സെറ്റിലായി. പിന്നെ എൻ്റെ മോൻ്റെ എക്സാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. മാതാവ് എനിക്ക് അവനെ പരീക്ഷയെ വിജയിപ്പിച്ച് ഞങ്ങൾക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ബിൻസി ജോഷ്വ പാലക്കാട് നിന്ന് വന്ന ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നത്. അത് ഇവർക്ക് വീട് വെച്ചതിനെ തുടർന്നുണ്ടായ വലിയ കടബാധ്യതകൾ മൂലം വളരെ വിഷമിച്ച് അതിന് ഒരു മാർഗമില്ലാത്ത വിധത്തിൽ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ജോസഫച്ചൻ ഇവിടെ വന്ന് കാണുകയും അതിവിടെ വന്ന് ഉടമ്പടിയെടുത്ത് അതുപോലെ തന്നെ ജോസഫച്ചനെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അപ്പം അതിനുശേഷം എന്ന് പറയുമ്പോൾ അവർക്ക് ഉടനെ തന്നെ ഒരു കുറി വീഴുകയും ചിട്ടിയുടെ കുറി വീഴുകയും അതുമൂലം അവരുടെ ആ കടങ്ങൾ വീട്ടുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത്. രണ്ടാമത് ഭർത്താവ് എന്ന് പറയുന്നത് പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് കൊറോണയുടെ പ്രശ്നങ്ങളായിരുന്നത് കൊണ്ട് ഗൾഫിലായിരുന്നു അദ്ദേഹം. കൊറോണയുടെ പ്രശ്നം കാരണമെന്ന് പറയുന്നത് ചെയ്ത ജോലിയുടെ സാലറി കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല. അങ്ങനെ ആ പൈസ കിട്ടാതെ വന്നപ്പോൾ അതിലും വളരെ വിഷമിക്കുന്നു. അപ്പം ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറയുന്നു 30 ദിവസത്തിനകം ഇതിൻ്റെ പൈസ നിങ്ങൾക്ക് കിട്ടും, ഈ സാലറി തിരിച്ചു കിട്ടും എന്ന് പറയുന്നു. അവർ പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ്. അപ്പം ഇത് ഉടമ്പടിയിൽ നിയോഗം വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആ 30 ദിവസത്തിനകം ഇവർക്ക് ആ പണം കിട്ടുകയാണ്. പിന്നീട് അദ്ദേഹത്തിന് ജോലിയുടെ പ്രശ്നമായി. അവിടെയും എന്ന് പറയുന്നത് മാതാവിൻ്റെ ഇടപെടൽ മൂലം വളരെ വിശദമായിട്ടുള്ള സാക്ഷ്യങ്ങൾ അവർ പറഞ്ഞു കഴിഞ്ഞാണ് അക്കൗണ്ട്സ് മാനേജരായിട്ട് ഗൾഫിൽ തന്നെ ജോലി ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരെണ്ണം എടുത്തു പറയേണ്ട ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് മകൻ്റെ ACCA എന്ന് പറയുന്ന ഒരു പേപ്പർ 4 പ്രാവശ്യം എഴുതിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇവർ 5ാമത്തെ പ്രാവശ്യം എന്ന് പറയുന്നത് അച്ഛൻ വെഞ്ചരിച്ച മാതാവിൻ്റെ രൂപം കയ്യിൽ കൊടുത്തുകൊണ്ട് രൂപം എന്ന് പറഞ്ഞാൽ കാശ് രൂപമാണ് അല്ലേ, കാശ് രൂപം കൊടുത്ത് ആ കാശ് രൂപം അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഈ കാശ് രൂപവും കൊടുത്ത് അവർ അത് കൊണ്ടുപോയി വെച്ചെഴുതാൻ പറയുന്നു. അപ്പോൾ ഈ സഹോദരി ഒരു വലിയ തീരുമാനമെടുക്കുകയാണ്. ഉടമ്പടിയിൽ തൻ്റെ ഏതെങ്കിലും പോരായ്മകളോ കുറവുകളോ ഉണ്ടോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്യുകയും അത് പ്രേക്ഷിത പ്രവർത്തനം 14 ജില്ലകളിൽ കേരളത്തിൽ അത് ചെയ്യാമെന്നൊരു നേർച്ച നേരുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ച് അവർ കോഴിക്കോട് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് ഓരോ ജില്ലകളിലും കൃപാസനം പത്രം മേടിച്ച് അത് അവിടെ കൊടുക്കുകയാണ്. അങ്ങനെയാണ് ആ മൈക്ക് അടുപ്പിച്ച് വെച്ചോണ്ട് പറ. അപ്പം അങ്ങനെ കൊടുത്തല്ലേ? അപ്പം ഇങ്ങനെ അങ്ങ് ചെയ്യുകയാണ്. ഇതാണ് സഹോദരങ്ങളെ ഉടമ്പടി എന്ന് പറയുന്നത്. അത് ചൊല്ലുന്ന പ്രാർത്ഥന അല്ല, അത് ചെയ്യേണ്ട പ്രവൃത്തികളാണ്. അതാണ് ജോസഫച്ചൻ എപ്പോഴും പറയുന്നത്. നമ്മളുടെ ഓരോ പ്രവൃത്തികൾ കൊണ്ടാണ്. യാക്കോബിൻ്റെ 2-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുന്ന വചനം അതാണ്. അച്ഛൻ്റെ ക്ലാസ്സിൽ, അതായത് നമ്മൾ യൂട്യൂബ് ആരാധനയിലൊക്കെ ഇവിടെ പറയുന്ന കാര്യമാണ്. വിശ്വാസം കൂടാതെയുള്ള പ്രവൃത്തി പിന്നെ എന്താണ് അത്? അല്ലയോ മനുഷ്യ, നീ എന്ത് തന്നെ പ്രവർത്തിച്ചാലും എന്ത് തന്നെ ചെയ്താലും അത് വിശ്വാസം കൂടാതെയുള്ള, അത് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിന്നിൽ തന്നെ നിർജീവമാണെന്നാണ്. അപ്പം പ്രവൃത്തി വേണം, വിശ്വാസം മാത്രം പോരെന്നുള്ളതാണ്. ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രവൃത്തിയാണ് ഉടമ്പടി. ഈ സഹോദരി അങ്ങനെ ചെയ്ത് ആ പ്രേക്ഷിത പ്രവർത്തനം പൂർത്തിയാക്കുകയാണ്. അത് ആ കുഞ്ഞ് അവിടെ പാസ്സാകുകയാണ്. അടുത്ത ചാൻസിൽ അത് പാസ്സാകുകയാണ്. ഈശോ ഒത്തിരിയേറെ വേറെ പല കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഇവർക്കെന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജോസഫച്ചനെ കണ്ട് പ്രത്യേകം അവർ പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യത്തിലും അവരുടെ ഓരോരോ കാര്യങ്ങളിലും അവർക്ക് അമ്മ മാതാവിൻ്റെ കൃപയും അടയാളവും കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്കെല്ലാം ലഭിക്കുമെന്ന് ഫിലിപ്പിയർ 4:19 പറയുന്ന വചനം ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അതെല്ലാം പ്രവൃത്തിയിലൂടെ അവർ ഈശോയെ മനസ്സന്തോഷത്തിലേക്ക് കൊണ്ടുപോയി. ഈശോയുടെ സ്നേഹം അവർ ഏറ്റുവാങ്ങിയപ്പോൾ ഇവർക്ക് എല്ലാം ലഭിക്കുകയാണ്. ഇവർക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് അമ്മ മാതാവിന് ഈശോയ്ക്ക് ശക്തമായ ഭാഷയിൽ കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് മഹത്വപ്പെടുത്താം.